ഇന്നത്തെ നമ്മളെ വീഡിയോ ഇണ്ണിൻ്റെ ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ എങ്ങനെ ഇണ്ണി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. ഇണ്ണിൻ്റെ എല്ലാ ബിരിയാണി അടിപൊളിയാണ്. ഇന്നലെ ചിക്കൻ ബിരിയാണി, അതിൻ്റെ തലേന്ന് ബീഫ് ബിരിയാണി, ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണീൻ്റെ കാണിച്ചു തരാം കേട്ടോ. ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളാണിത്. കോളിഫ്ലവർ മസാല തേച്ച്, സോയാബീന്, ഇഞ്ചിയും പച്ചമുളകും ചതച്ചത്, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി. പിന്നെ ഉള്ളി മൂപ്പിക്കാൻ ഇട്ടിക്കണം, കാണിച്ചു തരാം. വെജിറ്റബിൾ ബിരിയാണിക്കുള്ള ഉള്ളി ഇത് മൊരിച്ചെടുക്കുക. ഇതാക്കുന്ന കുറച്ച് മൊരിച്ച് വെച്ചിരുന്നു, ഇനി കുറച്ച് ക്യാരറ്റും ഉള്ളിയും. ഇത് ബീൻസ്. ഇതെണ്ണയിൽ പൊരിച്ചു പോരണല്ലേ. ഉണ്ടാത്തെന്താ ആന്നറി ഉണ്ടെന്നില്ല. ഇത്ര ഉള്ളി മതി മസാലക്ക്, പച്ചക്കറി ബിരിയാണിക്ക്. എന്തൊക്കെ പച്ചക്കറി ഇടുക? കിഴങ്ങ് പൊരിച്ചു പോരും പോയിട്ട്. ഇപ്പൊ പൊരിച്ച എന്തൊക്കെയാ? ബീൻസും ക്യാരറ്റും ഉള്ളിയും. ഇത് കിഴങ്ങാണല്ലേ. ഇനി അടുത്ത് സോയാബീനും പൊരിക്കണം, കോളിഫ്ലവറും. ഇത് കോളിഫ്ലവറിൽ എന്ത് മസാല തേക്കുക? മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കും. എന്നിട്ട് കോൺഫ്ലവറും ഒക്കെ ഇട്ടിട്ട് ഇതിലും അതന്നെ സോയാബീനിലും എല്ലാം. ഇത് വേറെ ഇട്ടിട്ടുള്ള ഇതിലിപ്പോൾ എന്തൊക്കെയാണ്? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. ഇത് വേറെ ഇതിക്കിടള്ള നെയ്ച്ചോറ് കുക്കറിലാണ് കേട്ടോ വെക്കണേ. കുറച്ചുള്ളി വാട്ടി, പിന്നെന്താ മല്ലിച്ചപ്പിൻ്റെ തണ്ട്. ഈ ഓലൻ്റെ പേരും തന്നെ ബിരിയാണി ഓല. അരി ഇടട്ടോ കേട്ടോ, ഇതെണ്ണ ഇട്ടോ, അരി ഇട്ടോ. ഇത് എത്രയാണ് ബിരിയാണി വെക്കണേ? 2 കിലോ. ബിരിയാണി. കുക്കറിൽ ചോറും വെക്കും, മസാല അടുപ്പത്തു അല്ലേ? അടുപ്പിൽ എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം, അതാണ് നമ്മൾ ഉദ്ദേശം. സമയം പറയണ്ട, ഞങ്ങൾക്കൊക്കെ ഒന്ന് പോടാനുള്ളതാ. അപ്പോൾ അല്ലെങ്കിലും ഞങ്ങൾ ബിരിയാണി ഇങ്ങനെ തന്നെ വെക്കുക. നമ്മൾ ഇങ്ങനെ തന്നെ അല്ലേ, കുക്കറിൽ തന്നെ അല്ലേ ചോറ് വെക്കൽ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ഇത് ഉള്ളി വാട്ടാൻ വെച്ച നേരത്തെ പൊരിച്ചു കോരിയതല്ലാതെ മസാലയ്ക്ക് ഉള്ളി വാട്ടാൻ വെച്ചത് കേട്ടോ. ഇതിലിനി തക്കാളി വാട്ടൂണേ. അതിലാണ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ട്. നേരത്തെ വെജിറ്റബിളൊക്കെ പൊരിച്ചു കോരിയതാണ്. ഇത് വാടട്ടെ. തക്കാളി ഇട്ടല്ലേ, വാടട്ടെ. ഉള്ളി വാടിയിട്ട് തക്കാളി ഇട്ടു. പിന്നെ ഇതിൽ എന്തൊക്കെ ഇട്ടേ? ഉള്ളിയും തക്കാളി ഇട്ടതിൻ്റെ ശേഷം മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ബിരിയാണി മസാല, തൈര്, പിന്നെ ഗരം മസാല, ചെറുനാരങ്ങ നീര്, പിന്നെ വേറെ ഒന്നുമില്ല, അത്ര തന്നെ അല്ലേ. ഇനി ആ പൊരിച്ച് വെച്ച പച്ചക്കറിയൊക്കെ ഇതൊക്കെ ഇടും.
നമ്മളെ നെയ്ച്ചോറ് അയക്കുന്നു കേട്ടോ. ഞങ്ങൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഇത് മസാലയിൽ മിക്സ് ചെയ്യുക. നെയ്ച്ചോറ് വെക്കണേ, നെയ്ച്ചോറ് വെക്കുമ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ തന്നെ അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ, കുക്കറിലാണ് മാത്രം അല്ലേ? ചെയ്തു പതുക്കെ ചെയ്തു സെറ്റ്. ഇനി അതിട്. അപ്പൊ നമ്മളെ വെജിറ്റബിൾ ഒക്കെ പൊരിച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തു. ഉള്ളി കുറച്ച് പൊരിച്ചു പോരണല്ലേ? വലിയ ഉള്ളി മസാലയിൽ ഇടുന്നതല്ലാതെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചോറിലിടും, നെയ്ച്ചോറിലിടും. അപ്പൊ ഇനി ഇത് നമ്മള് ചോറ് ഇതിൽ കൂടെ മിക്സ് ചെയ്യണം. മല്ലിച്ചപ്പ് ദമ്മിടാൻ പോവാണ് ചോറ്. ചോറ് ദമ്മിടാൻ മല്ലിച്ചപ്പിട്ട് പിന്നെന്താണ് ഇനി അടുത്ത് ഇടുന്നേ? ഗരം മസാല. ഇതിലൊന്നും ഇടൂല. മല്ലിച്ചപ്പിട്ട് ചോറ് ദമ്മിടാൻ മല്ലിച്ചപ്പിട്ട് പിന്നെ അതെന്താ? ഉള്ളി പൊരിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരിയതും മല്ലിച്ചപ്പും അല്ലേ? ഇതൊന്നും ഇതെടുക്കൊന്നുമില്ല, മസാല എടുക്കൊന്നുമില്ല. ഇത് പൈനാപ്പിള്. ഇതാണല്ലേ ടേസ്റ്റ് ഉണ്ടാവുക വെജിറ്റബിൾ ബിരിയാണിക്ക്? പൈനാപ്പിള് ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചോറിടണം. ലെയറായിട്ടല്ല ഇടണേ, ഒറ്റതിലിടുക. അടിയിൽ മസാലയും മുകളിൽ ചോറും. ഇതും പിന്നെ എടുക്കുമ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കും അല്ലേ? വെജിറ്റബിൾ ബിരിയാണി. എങ്ങനെ ഈസി ആയിട്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാന്നാണ്. വളരെ പെട്ടെന്ന്. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് ചോറിൻ്റെ. ഒന്നിച്ച് കൂട്ടിക്കൂടാ? ഈ ഓലൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലേ? മണം, നല്ല മണം. നെയ്യ് ഒഴിക്കൂല്ലേ ഇനി ഇതിൻ്റെ മേലെ? അല്ലെങ്കിൽ കുക്കറിലാവുമ്പോൾ വെന്തുടഞ്ഞു അല്ലേ? അതാണ് 2 കിലോ അല്ല ഇപ്പം നമ്മളതിലിട്ട്. അപ്പോൾ കുക്കറിൽ ആരെങ്കിലും ബിരിയാണി നെയ്ച്ചോറോ ബിരിയാണി ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവി വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ കുക്കർ ഓഫാക്കും, ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് പിന്നെ വിസിൽ കളയുമോ? വിസിൽ കളയൂല. വിസിൽ കളയൊന്നുമില്ല. ലാസ്റ്റ് ഇത് കുറച്ച് നേരം ഓഫ് ചെയ്തിടും. അപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഉണ്ടാവും. അടിയൊക്കെ നല്ല ക്ലീനാണ്. അടി പിടിച്ചില്ല, നല്ല പാകത്തിന് വെന്ത്. ഒറ്റ വിസിലും വേണ്ട. ഇനി ഇതിടണം അല്ലേ? ഉള്ളി പൊരിച്ചതും മല്ലിച്ചപ്പും ഗരം മസാലയും കൂടെ മിക്സ് ചെയ്താൽ ബിരിയാണി മസാല. ഇതിലെന്തൊക്കെയാണ്? ബിരിയാണി മസാല, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്,
കറിവേപ്പിൻ്റെ ഇല, ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇത് നെയ്യ് ഒഴിക്കാം. നെയ്യൊന്നും കണക്കൊന്നുമില്ല, ഇനി ഒരു കളവിനോട് ഒഴിക്കുന്നതാ. ഇനി ഇതിടുക. ഇനി പൈനാപ്പിൾ ഇടാം. അടിയിലും മേലും പൈനാപ്പിൾ. ഇനി ഒന്നുമില്ലല്ലോ. ഇനി ഇത് എത്ര സമയം കഴിഞ്ഞിട്ട് എടുക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചോറല്ലേ, അങ്ങനൊന്നുമില്ലല്ലേ. സമയം ആവി കയറാൻ മാത്രം. ഇനി ആവി കയറാനൊന്ന് അടുപ്പത്ത് വെക്കും. എന്നിട്ട് ഇച്ചിരി ഒന്ന് ആവി കയറിയിട്ട് എടുക്കാം. അതിന് നല്ല വെന്ത ചോറായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഓക്കെ.